ഹലോ, അജിത്താണ്. അജിത് ഡെയിലി വൈബ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മത്തി വെച്ചൊരു വിഭവമാണ്. മത്തി തോരനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പം ഇതിനു വേണ്ടിയുള്ള സാധനങ്ങൾ: കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന മത്തി, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക്, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, കാശ്മീരി ചില്ലി, മല്ലിപ്പൊടി, കടുക്, വറ്റൽമുളക്, ഒരു 3 സവാള കുനുകുന അരിഞ്ഞത്, പിന്നെ തേങ്ങ തിരികിയത്. ഇത് നമ്മൾ ഇതിനകത്ത് മുരിങ്ങക്കായ ഇടും. ഇത് മുരിങ്ങക്കായ നമ്മൾ കട്ട് ചെയ്ത് അതിനകത്തെ മാംസം എടുത്തിട്ട് അത് ചോപ്പറിനകത്ത് ചോപ്പ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചിട്ട് ഇതിൽ നമുക്ക് ശകലം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടു. ഇതിലേക്ക് നമുക്ക് ഒരു 2 കഷ്ണം കുടംപുളി ഇട്ട് കൊടുക്കാം. ഓപ്ഷനാണ് കുടംപുളി. ഒരു ശകലം പുളി കിടന്നോട്ടെ. അതിലേക്ക് നമുക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. വീണ്ടും ഒന്ന് ഇളക്കുക. ആവശ്യത്തിന് ഉപ്പുണ്ടോ നോക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന മത്തി ഇട്ട് കൊടുക്കാം. ഒമാനിലൊക്കെ അന്യായ തണുപ്പാണ്, നല്ല തണുപ്പാണ്. ഇവിടെയൊക്കെ ചുട്ട് പൊള്ളിക്കൊണ്ടിരുന്ന മരുഭൂമിയൊക്കെ ഇപ്പം തണുത്ത് വിറക്കുക. ഇനി ഇതിവിടെ കിടന്ന് വേകട്ടെ. അപ്പം നമ്മൾ മത്തിയൊക്കെ അത് തിളച്ചു, അത് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഓഫാക്കാം. അപ്പം നമുക്കൊരു കടായി അടുപ്പത്തേക്ക് വെച്ചു. അതിലേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായെന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കടുകിടാം. അപ്പം നമ്മൾ ആ കടുവൊക്കെ പൊട്ടി അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കുറച്ചു വേപ്പില, അതിലേക്ക് പച്ചമുളക്, വെളുത്തുള്ളി. അത് മൺചട്ടിക്കകത്ത് വേവിക്കാൻ ചിലപ്പോൾ ഇതെല്ലാം കൂടെ ചിലപ്പോൾ അതിനകത്ത് കൊള്ളത്തില്ല, ക്വാണ്ടിറ്റി ചിലപ്പോൾ കൂടുതലായിരിക്കും. അതാണ് മൺചട്ടിക്കകത്ത് ഞാനത് വേവിക്കാൻ. ക്രിസ്മസിന് ഒരു വീഡിയോ ഇട്ടിരുന്നു, ഫിഷ് മസാല. കണ്ടായിരുന്നോ എല്ലാവരും? എല്ലാവരും കണ്ടെന്ന് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ ചെറിയ ചാനലാണ് ഇത്. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും കരിവേപ്പിലയൊക്കെ നല്ല വെച്ചിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് പെട്ടെന്ന് വാടാൻ വേണ്ടി ശകലം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നമ്മൾ ഓൾറെഡി ആ മീനകത്ത് ഇട്ടിട്ടുണ്ട്. ഉള്ളിയൊക്കെ നല്ല വൃത്തിയായിട്ട് വെന്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പൊടികളായ മുളക് പൊടി, ഒരു ശകലം മല്ലിപ്പൊടി, കുരുമുളക് പൊടി, നമ്മൾ എരി ആവശ്യത്തിന് കുരുമുളക് പൊടി ഇട്ട് കൊടുത്താൽ മതിയേ. അതിലേക്ക് നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. നമ്മൾ ഉപ്പും പുളിയും കുരുമുളക് പൊടിയും എല്ലാം ഇട്ട് വേവിച്ച മീൻ അതിനകത്തിട്ട് നമ്മൾ അതിനകത്ത് മീൻ ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ മുരിങ്ങക്ക ഇല്ലേ, മുരിങ്ങക്ക ഞാനതൊന്ന് ആവി കയറ്റി. ഇല്ല ചിലപ്പം മുരിങ്ങയ്ക്ക് വേവ് കാണുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് ആ ഇഡലിത്തട്ടിൽ വെച്ച് ആവി കയറ്റി ഇങ്ങെടുത്തു. അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചേക്കുന്ന തേങ്ങ ചതച്ചതല്ല, ഞാൻ കൈ വെച്ചത് ഞെരടി എടുത്തതാണ്. അതിനകത്ത് ശകലം മഞ്ഞപ്പൊടി ഇട്ടു, ശകലം ഉലുവാപ്പൊടി ഇട്ട് കൊടുത്തു, കരിവേപ്പില ഇട്ട് റെഡിയാക്കി വെച്ചേക്കുന്നതാണ്. ഇനി ഇതിന് ഉപ്പുണ്ടോ നോക്കട്ടെ. ആ മീൻ പുഴുങ്ങിയെടുത്തില്ലേ, ആ സ്റ്റോക്ക്, അതിൻ്റെ വെള്ളം അത് അതിനകത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളെ മത്തിത്തോരൻ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. ആ മുരിങ്ങയുടെ മാംസം ഞാൻ അതിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം കൂടി ഇങ്ങനെ കഴിക്കാം. മറ്റേ നമ്മൾ മുരിങ്ങ എടുത്ത് ഇങ്ങനെ കാന്തി വലിച്ചൊക്കെ ഇരിക്കണം. ചിലവർക്കത് ഇഷ്ടമാണേ. നമുക്കപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു മീനും കൂടെ വറുത്താലോ. കുറച്ച് നമുക്ക് എണ്ണ ഒഴിച്ചു. അപ്പോൾ നമ്മൾ എണ്ണ ചൂടായി. അതിലേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മളെ മത്തി വറക്കിയിട്ട് കൊടുക്കാം. മത്തി വെണ്ടയ്ക്കയോടെ ചേർത്ത് നമുക്ക് വറക്കാം. അപ്പോൾ അതവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ മസാല ഉണ്ടല്ലോ, ആ മസാലയുടെ ബാലൻസിനകത്ത് ഒരു തേങ്ങ ഇട്ട് ഞെവിടി അതുകൂടി ഇതിൻ്റെ ഇടയ്ക്ക് ഇട്ട് കൊടുക്കാം. ഉടയാതെ മിക്സ് ചെയ്ത് കൊടുക്കാം. മീൻ വറുത്തതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മുരിങ്ങക്കോലും ഇട്ട മീൻ തോരൻ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ വെണ്ടയ്ക്കയും മത്തിയും കൂടി ഇട്ട് ഫ്രൈയും ചെയ്തിട്ടുണ്ട്, തേങ്ങാപ്പീരയൊക്കെ ഇട്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം.
അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.